പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടാവും എന്ന് എനിക്കറിയില്ല. കാരണം ഇവരെല്ലാ ദിവസവും ഒരുപാട് പേരെ കാണുന്നതല്ലേ, പിന്നെ അറിയില്ല, ചിലപ്പോൾ എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നെ ഓർമ്മയുണ്ടാവുമായിരിക്കും. ആ പുള്ളിയുടെ കടയുടെ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് പുള്ളിയെ ഒന്ന് ഞെട്ടിക്കാൻ പോവാണ്. പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടാവാൻ ഒരു സാധ്യതയില്ല, പക്ഷെ ഞാൻ എങ്ങനെയാണ് പുള്ളിയെ ഞെട്ടിക്കുന്നത്? എന്താണ് ഇതെന്താ പുഴയാണോ വിശ്വട്ടാ, ലേക്കാണോ, എന്താണത്? എന്തോ ഒന്ന്. അതായത് ഈസിയാർന്ന് പോണ്ടിച്ചേരിയിലോട്ട് പോണ വഴി ഉള്ള ഒരു സ്ഥലമാണിത്. നല്ല കിടിലൻ ഡ്രൈവാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം പോണ്ടിച്ചേരിയില് ഞങ്ങള് ഇരിക്കുന്ന സമയത്ത് ഞാൻ ആഗ്രഹിച്ചാണ് ഒരു ചാനൽ തുടങ്ങണം എന്നൊക്കെ, പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ട പോണ്ടിച്ചേരിയിലെ ഞങ്ങളുടെ ബെസ്റ്റ് മെമ്മറീസ് ഉണ്ടാക്കിയ സ്ഥലങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ച് ഇവിടെയൊക്കെ നിങ്ങൾ വ്ളോഗ് ആയിട്ട് എനിക്ക് നിങ്ങളെ കാണിച്ചു തരണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴാണ് ലോക്ക്ഡൗൺ വന്നതും എല്ലാ പ്ലാൻസും കുളമായതും നീണ്ടു പോയതും പിന്നെ അവസാനം ഞങ്ങൾ പോണ്ടിച്ചേരി വിടുകയും ചെയ്തു. പക്ഷേ ഇപ്രാവശ്യം ഒരു ചെറിയ ഒഫീഷ്യൽ ആവശ്യത്തിന് വിഷ്ണുവിനെ ചെന്നൈ വരെ വരേണ്ടി വന്നു. അപ്പം ഞാൻ ചോദിച്ചു, നമുക്ക് ഒരു ദിവസത്തേക്ക് പോണ്ടിച്ചേരി വരാൻ പറ്റുമോ? ഓക്കെ, 24 മണിക്കൂർ സമയമുണ്ട്, ആവുന്നത്രോളം നീ ചെയ്തോളൂ, വീഡിയോ എടുത്തോളൂ എന്നും കൂടെ വിഷ്ണുവണ്ണൻ പറഞ്ഞുകൊണ്ട് ഐ തോട്ട് കഴിഞ്ഞ കുറച്ച് നാളുകളിൽ ഞങ്ങൾ ഏറ്റവും സ്വീറ്റസ്റ്റ് ആൻഡ് ഏറ്റവും ഫോണ്ടായിട്ടുള്ള നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുന്ന മെമ്മറീസ് ഒന്നും കൂടി റീവിസിറ്റ് ചെയ്യാം, ഒന്നും കൂടി ആ സ്ഥലങ്ങളിൽ ഒരിക്കൽ കൂടി പോകാം. പക്ഷേ ഇപ്രാവശ്യം എൻ്റെ പുതിയ കുടുംബം ആയിട്ട് ഞാൻ പോകുന്നതായിരിക്കും. മൈ യൂട്യൂബ് ഫാമിലി ആയിട്ട് ഞാൻ പോകുമെന്ന് ഞാൻ മനസ്സിൽ തീരുമാനിച്ചുകൊണ്ട് പോണ്ടിച്ചേരി എത്തുന്നതിന് മുമ്പേ തന്നെ നിങ്ങളെല്ലാവരെയും ഈ ഒരു പോണ്ടിച്ചേരി സ്പെഷ്യൽ വ്ളോഗിലേക്ക് ഞാൻ വെൽക്കം ചെയ്യാണ്. ഓ മൈ ഗോഡ്, ഐ എം സോ എക്സൈറ്റഡ്. ശരിക്കും നമ്മൾ ഒരുപാട് നല്ല മെമ്മറീസ് ഉണ്ടാക്കിയ സ്ഥലങ്ങളിൽ കുറേ നാൾക്ക് ശേഷം ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാണ്ട് നമ്മൾ തിരിച്ചു പോകുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. ഞാനിപ്പോൾ ആ ഒരു ബ്ലിസ് മോഡിൽ ഇരിക്കുകയാണ്. കണ്ടില്ലേ, നമ്മൾ ഡ്രൈവിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പം എൻ്റെ വേറെ ത്രില്ല് എന്താണെന്ന് അറിയുമോ, ഇനി കാണുന്നവരോടൊക്കെ തമിഴ് സംസാരിക്കാൻ പറ്റുമല്ലോ എന്നുള്ളതാണ്. കുറേ നാളുകളായി ടച്ച് വിട്ടുപോയി. അപ്പോൾ ഇങ്ങനെ ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഒരുപാട് സ്വീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. റെസ്ട്രിക്ഷൻസ് ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് ഞാനത് ചെയ്യുന്നതായിരിക്കും. ഒപ്പം തക്കിട്ട് എവിടെയാണെന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയണം, ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട് എനിക്ക് RT-PCR ടെസ്റ്റ് എടുക്കേണ്ടി വന്നു, നെഗറ്റീവാണ്. പക്ഷെ അവളെയും കൂടെ അത് ബുദ്ധിമുട്ടിപ്പിക്കും. മണിക്കൂറിൻ്റെ ഉള്ളിൽ മാക്സിമം പോണ്ടിച്ചേരി കവർ ചെയ്യാം. വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം മാക്സിമം ഒരു മനുഷ്യന് 3-4 നേരം കഴിക്കാം. പക്ഷെ ഞാൻ എഴുതി വെച്ച റെസ്റ്റോറൻറ്റ് കണക്കെടുത്താൽ ഒരു 10 മിനിമം ഉണ്ട്. അപ്പോൾ ഇതെങ്ങനെ നീ 24 മണിക്കൂർ കൂട്ടും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതൊക്കെ നമുക്ക് നോക്കാം, മാക്സിമം നമുക്ക് നോക്കാം. അപ്പം ഞങ്ങൾ ഈ ജേർണിയിലോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ശശി അണ്ണനാണ്. അവൻ കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ ഫാമിലിയിൽ എല്ലാ രീതിയിലും ഞങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകളിൽ കൊണ്ടുപോകുന്ന ഒരു അണ്ണനാണ്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ പറഞ്ഞതല്ലോ, എൻ്റെ യൂട്യൂബ് ചാനലിന് വേണ്ടി ഞാനൊരു എപ്പിസോഡ് ഷൂട്ട് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. അപ്പോൾ അണ്ണാ സൂപ്പർ ഓക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ அண்ணா நீங்கள் வந்து இந்த 24 ஹவர்ஸ்க்குள்ள பெஸ்ட்டான இடங்களை எல்லாம் என்னோட ஆடியன்ஸ்க்கு நம்ம காட்டி கொடுக்கணும். ഓക്കെ, അതിൽ മുതൽ വന്ന് ഇപ്പോൾ ഞാനൊരു ഓപ്പണിംഗ് എടുത്ത ഒരു സ്ഥലമില്ലേ, അവിടെ ചേട്ടൻ പറഞ്ഞു ഇഷ്ടം പോലെ സീരിയലുകളെല്ലാം അല്ല അമ്മല്ല സീരിയൽ ஷூட்டிங் எல்லாம் நடக்கிற இடம் தான் அது. அப்போ அது முடிஞ்ச ஒரு டைமில் எனக்கு ஒரு ஆடியன்ஸும் கிடைச்சி. நீங்கள் பார்த்துருச்சா அந்த ஒரு அம்மா வந்து அப்படியே பார்த்துட்டே இருக்கேன் என்ன சொல்கிறேன்னு அப்படி. അപ്പോൾ ഇപ്പോൾ ഒരു ഓഡിയൻസാണ് കിട്ടിയത്. ഇനി അവിടുത്തെ ഓഡിയൻസിൻ്റെ എണ്ണം കൂടുന്നാണ് എൻ്റെ പ്രതീക്ഷ. എല്ലാവരുടെ പറ്റുമെങ്കിൽ എന്നും കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കും. വിഷ്ണുവിനും കൂടി ഒന്ന് കാണിക്കുക. അപ്പൊ വിഷ്ണുവിന് എന്നോട് പറയണം, എടി എന്നെ നാണം കെടുത്തരുത്, നീ എന്തെങ്കിലും ചെയ്തോ, പക്ഷെ ഞാനില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്തായാലും ഞങ്ങൾ ഒരു കുറച്ച് നേരത്തിനുള്ളിൽ അവിടെ എത്തും, ഫുഡ് അടിക്കും, പിന്നെ എല്ലാം അങ്ങോട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഞങ്ങള് ECR റോഡ് വഴി ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഇനി ഒരു
ഹാഫ് ആൻ അവറിൻ്റെ അത്രയും വേണ്ട, അതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ എത്തും. ആദ്യമായി ഞാൻ മനസ്സിൽ വിചാരിച്ച ഒരു ഹോട്ടലുണ്ട്. നമ്മൾ ഒരുപാട് തവണ, സ്പെഷ്യലി കുറേ നാളുകളായിട്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്നവർ സ്ഥിരം കാണുന്നൊരു ലൊക്കാലിറ്റി കൂടെ ആയിരുന്നിരിക്കും അത്. കാരണം അത്ര അടിപൊളി ആംബിയൻസും പിന്നെ അടിപൊളി ഫുഡും നല്ല ഒരു ഫീലിംഗ് ആണ് അവിടെ പോയി ഇരിക്കുന്നത്. സോ നേരെ ഞങ്ങൾ പെട്ടി പോലും ഹോട്ടലിൽ വെക്കാതെ അവിടെ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. ഇറ്റ്സ് കോൾഡ് ലെ ഷാത്യൂ. അറിയില്ല, അടിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല, എന്നാലും ഒരു ആഗ്രഹമാണ്. അപ്പം അത് ഫ്രഞ്ച് ടൗണിൽ തന്നെയാണ് വരുന്നത്. അവിടുത്തെ പ്രൈം ലൊക്കേഷൻ, അതായത് നമ്മൾ കുറേ സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ പോണ്ടിച്ചേരിയിൽ കാണുന്ന ഒരു സ്ഥലമാണ്. ഒരു മഞ്ഞ ബിൽഡിംഗ് ഒക്കെ ഇല്ലേ, കുറേ പടങ്ങളിലുണ്ടാവും. അപ്പം ആ ഒരു ലൊക്കാലിറ്റിയാണ് ഫ്രഞ്ച് ടൗൺ അഥവാ വൈറ്റ് ടൗൺ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റും We love the food here, and what's our favorite over here? One is calamari ring, and the other one is that the fish, no? Cheese crusted fish. Cheese crusted fish, yeah. Cheese crusted with some fish. prawn sauce. Yes, exactly. That's one of our favorites. So we're waiting to try that again here. Okay, so you're recollecting the memories. Exactly. So. നമ്മളെപ്പോഴും വന്ന് ഓർഡർ ചെയ്യുന്ന സാധനമാണിത്, ചീസ് ക്രസ്റ്റഡ് ഫിഷ് പ്രോൺ സോസ്. പിന്നെ വേണമെങ്കിൽ നമുക്ക് കുറച്ച് റൈസ് ഇങ്ങനെ അതിലേക്ക് കൂടെ ഇങ്ങനെ വെതറിയെടുക്കാം. ആൻഡ് ദെൻ വാട്ട് യു ഡു ഇറ്റ്, എൻ്റെ ടൈറ്റിൽ സോങ്ങിൽ കാണുന്ന കുറച്ച് കാഴ്ചകളുണ്ടല്ലോ, യോസ് ട്രൂലി ടൈറ്റിൽ സോങ്ങിൽ, അതൊക്കെ ഫ്രഞ്ച് ടൗണിൽ നിന്ന് ഷൂട്ട് ചെയ്തതാണ് പോണ്ടിച്ചേരിയിൽ. അപ്പം അതിനകത്ത് ആരോ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചു, അതിനകത്ത് ഒരു ചേട്ടൻ്റെ കൂടെ ഡാൻസ് കളിക്കുന്നില്ലേ, അതാരാ, അതിനെക്കുറിച്ചൊന്ന് പറയാമോ എന്ന്. ബേസിക്കലി പോണ്ടിച്ചേരിയിൽ ഞാൻ എൻ്റെ കസിൻസും ഫ്രണ്ട്സൊക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കൂട്ടിക്കൊണ്ട് പോകണ ഒരു കുട്ടി കടയാണത്. മണ്ണിൻ്റെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന ഒരു കടയാണത്. അപ്പം മൃദുവൊക്കെ വന്ന സമയത്ത് ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് പോയിരുന്നു അവിടെ. എന്നിട്ട് നമ്മൾ നല്ല അടിപൊളിയായിട്ട് ഷോപ്പ് ചെയ്തിരുന്നു അവിടെ. ആ ചേട്ടന് ഞാൻ കമ്പനിയാണ്, അപ്പം ഞാൻ ആ സമയത്ത് സ്ഥിരം വരുമായിരുന്നു. അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ ചേട്ടൻ ഉറങ്ങുമായിരുന്നു പാവട്ടോ. എന്നിട്ട് ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, ഒന്ന് എൻ്റെ കൂടെ ഡാൻസ് ചെയ്യുമെന്ന് ചോദിച്ചു. ആമാ ഡാൻസ് പണ്ടുറേ, ഞാൻ പാട്ടെങ്കിൽ ഞങ്ങൾ പാട്ടൊന്നുമില്ല, മനസ്സിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കും, ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യാൻ. പാട്ടൊന്നും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം പാവം ഉറക്കം എഴുതിയിട്ട് കളിക്കണത്. ഞാൻ ഇതുവരെ ആ ചേട്ടന്, അതിനുശേഷം ഞങ്ങൾ പോണ്ടിച്ചേരി വിട്ടു, പക്ഷെ ആ ചേട്ടന് ഇതുവരെ അറിയില്ലായിരിക്കും ഇത് പുള്ളി യൂട്യൂബിലുണ്ടെന്നോ എൻ്റെ പാട്ടിലുണ്ടെന്നോ ഒന്നും അറിയില്ലായിരിക്കും. സോ ഞാൻ ആക്ച്വലി ഇല്ലേ, ഇന്ന് ഞാൻ ആ ചേട്ടനുണ്ടോ എന്ന് ഞാൻ വരുന്ന സമയത്ത് നോക്കിയപ്പോഴേക്കും അവിടെ കിടക്കുവാണ് കടയ്ക്കകത്ത്. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ആ വീഡിയോൻ്റെ ആ പോർഷൻ പുള്ളീനൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന്. അപ്പോൾ പുള്ളിയുടെ റിയാക്ഷൻ എന്താണെന്ന് കൂടെ എനിക്കൊന്ന് അറിയണമെന്നുണ്ട്.
ആരെങ്കിലും ഓർമ്മയുണ്ടാവുമെന്നോ, ഒരു വർഷത്തിന് മേലെയായി. പുള്ളിക്ക് എന്നെ ഓർമ്മയുണ്ടാവുമെന്ന് എനിക്കറിയില്ല. പക്ഷേ കാരണം ഇവരെല്ലാ ദിവസവും ഒരുപാട് പേരെ കാണുന്നതല്ലേ, പിന്നെ അറിയില്ല, ചിലപ്പം എനിക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ എന്നെ ഓർമ്മ ഉണ്ടാവുമായിരിക്കും. ആ പുള്ളിയുടെ കടയുടെ ഫ്രണ്ടിൽ ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് പുള്ളിയെ ഒന്ന് ഞെട്ടിക്കാൻ പോവാണേ. പുള്ളിക്ക് എന്നെ ഓർമ്മ ഉണ്ടാവാൻ ഒരു സാധ്യതയില്ല. പക്ഷെ ഞാൻ എങ്ങനെയാണ് പുള്ളിയെ ഞെട്ടിക്കുന്നത് നോക്കിക്കോ. நான் உங்க எங்கேயோ பார்த்த மாதிரி. ஆமா, எங்க பார்த்தேன்னு தெரியுமா? எங்க பார்த்தேன்? போன்ல போட்டாவா? எப்படி தெரியுது? ஞாபகம் இருக்கா? ஏமா அது எனக்கெல்லாம் ரொம்ப மெமரி ஜாஸ்தி. அப்படியா? நான் ஒரு விஷயம் காட்டுமா? டான்ஸ் ஆட சொல்லி போட்டோ எடுத்து. ഒരു വർഷം 1.5 വർഷത്തോളം ആയിട്ടോ പുള്ളിനെ ഞാൻ കണ്ടിട്ട്. എനിക്ക് സന്തോഷമായി, ഒരു രക്ഷയില്ല. ഞാൻ പുള്ളിയെ ഒരു സാധനം കാണിക്കാൻ പോവാണേ. இந்த பாரு குடிங்க. உங்களுக்கு தெரியுமா, லட்சம் பேர் இந்த வீடியோ பார்த்திருக்காங்க. ஆமா, என்னோட யூடியூப் சேனலுக்கு முதல் வீடியோ நான் உங்களை வச்சு தான் ஷூட் பண்ணேன். அது பார்த்து லட்சம் பேர் வந்து என்கிட்ட கேட்டேன், நீங்க எங்க இருந்து அந்த ஒரு ஆளை கண்டுபிடிச்சி இப்படி டான்ஸ் ஆடிட்டு ரொம்ப பிரமாதமான ஒரு வீடியோ ஷூட் பண்ணேன், அதை பத்தி கொஞ்சம் சொல்லுங்கன்னு சொல்லியாச்சு. அப்ப நான் என் ஆடியன்ஸ் கிட்ட சொன்னேன், நான் சொல்லல, நான் வந்து காட்டி தருவேன் அந்த அண்ணாவை நான் சொல்லி தான் இப்போ இங்கே வந்தது. ஒரு வருஷத்துக்கு மேலே ஆச்சு நம்ம கேரளாவுக்கு கிளம்பி. அப்போ இப்போ கொரோனானால வர முடியல. அப்போ இப்போ தான் வந்தது. அப்போ உங்களை பார்த்து என் ஆடியன்ஸ்க்கு வீடியோ எடுத்து உங்கள் ரியாக்ஷன், இந்த வீடியோ பார்த்து உங்கள் ரியாக்ஷன் நான் காட்டி கொடுக்குறேன், நான் ப்ராமிஸ் பண்ணியாச்சு. எப்படி இருக்கு? வீட்டில் எல்லாரும் நல்லா தான் இருக்கு. கொரோனானால ரொம்ப இல்ல பிரச்சனை எல்லாம் கிடையாது. இந்த சேல்ஸ் எல்லாம் இருக்கா? சேல்ஸ் தான் இல்ல எந்த பிரச்சனையும் கிடையாது, கம்மியா இருக்குல்ல. ബിസിനസ് தான். കുഴந்தைയെല്ലാം எப்படி இருக்கு? நல்லா இருக்கா? ശരിക്കും പറഞ്ഞാൽ ഞാൻ ചിലപ്പം ഈ ചേട്ടൻ ഇപ്പോഴും ഒരു ഷോക്കിലായിരിക്കും. പക്ഷെ എനിക്ക് എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. യൂട്യൂബിൽ ഞാനിട്ട ആദ്യത്തെ വീഡിയോയിൽ പുള്ളിക്ക് എന്താണെന്ന് പോലും അറിയാണ്ടാണ് പുള്ളി ഉറക്കത്തിൽ നിന്ന് ഞാൻ വിളിച്ചിട്ട് ഒരു സാധനം ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ 1.5 വർഷത്തിന് ശേഷം പുള്ളിക്ക് വന്നത് കാണിക്കുമ്പം എനിക്ക് ആക്ച്വലി സ്പീക്കിംഗ് പുള്ളിയെക്കാട്ടിലും സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ ഈ സന്തോഷത്തിൽ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് പോവാണ്. പോണ്ടിച്ചേരിയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടും പുള്ളിയുടെ മെമ്മറിക്ക് വേണ്ടിയിട്ടും ഇത്ര ഒരു മൊമെൻറ്റിൻ്റെ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ടും. അപ്പോൾ ഒരു കപ്പ് കൊടുങ്ക, அந்த டீ சாசர் கப்பு கொடுங்க ஒரு செட்டு. பெரிய சைஸ்ல 2 செட் வச்சிருக்கேன், சின்ன சைஸ்ல ஒரு செட் வச்சிருக்கேன். അപ്പം ഞങ്ങൾ നാളെ ഇവിടുന്ന് രജിത്തിൻ്റെയും വൈഫിൻ്റെയും വീട്ടിൽ പോകണം. ഇപ്പോൾ രജിത്തിൻ്റെ ശ്രുതിക്ക് വേണ്ടി ഞാനൊരു ചെറിയ കപ്പിൻ്റെ സെറ്റും ഞങ്ങളുടെ വീട്ടിലും ഒരു കപ്പിൻ്റെ സെറ്റും ഞാൻ എടുക്കാണ്. ടോട്ടൽ 3 കപ്പിൻ്റെ സെറ്റ് ഞാൻ എടുക്കാണ്. എവിടെ ഒരു സെറ്റ് வந்து 300 രൂപ. ഓക്കെ, 1000 രൂപ എടുക്കാം. அப்போ நான் வரேன், இன்னும் வீடியோ பார்த்து யாராவது இங்கே வந்து உங்கள் கையிலிருந்து இந்த ஷாப்ல இருந்து பர்ச்சேஸ் பண்ணுவாங்க. ഓക്കെ, ரொம்ப நன்றி. താങ്ക് യു. ഇവിടെ വന്നതിൻ്റെ പ്രധാനപ്പെട്ട വേറൊരു കാര്യം എന്ന് വെച്ചാൽ വിഷ്ണുവിൻ്റെ കൊലീഗ്സൊക്കെ ആയിട്ടൊന്ന് മീറ്റ് ചെയ്യണം. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്യാണ്ട് അടുത്തൊരു ഹോട്ടലിൽ. അപ്പം ഇനി അടുത്ത് അവരുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് ഡിന്നർ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വന്ന് കിടന്നുറങ്ങും. അപ്പം ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് രാവിലെ മുതൽ ഇങ്ങനെ യാത്ര ആയതുകൊണ്ട്. അപ്പം എന്തായാലും ഞാൻ ഇന്നത്തെ ഡിന്നർ വീഡിയോ ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഒന്നാമത് ലൈറ്റ് ഉണ്ടാവില്ല, രണ്ടാമത്തെ കാര്യം ഇത് അവരുടെ മൊമെൻറ്റ്സ് ആണ് അല്ലേ. അപ്പം ഞാൻ പ്രത്യേകിച്ചും എൻ്റെയും ഫ്രണ്ട്സാണ് അവരൊക്കെ തന്നെ. അപ്പം അവരെയും കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആയിട്ടും ഒക്കെ ഇടപഴകാൻ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ട് ഞാനത് വ്ളോഗ് ചെയ്യുന്നുള്ളൂ. അപ്പം ഇന്നത്തേക്ക് ഞാൻ വീഡിയോ നിർത്താണ്. നാളെ മുതൽ പോണ്ടിച്ചേരിയുടെ ഒരു ഫ്രഷ് ഡേ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും. സോ ഇപ്പോൾ